ഒരു ദൈവവിശ്വാസി, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ എപ്പോഴും ദൈവത്തോടു കൂടി ആയിരിക്കുവാനാണ് ആഗ്രഹിക്കുക. തൽഫലമായി പലതരം ആഗ്രഹങ്ങൾ ഇവയെല്ലാം മാറ്റിവെക്കുക പതിവാണ്. മറ്റുള്ളവർ കാണുന്നു എന്നതിനേക്കാൾ രഹസ്യത്തിലായിരിക്കണം ഈ പ്രവൃത്തികൾ നാം ഓരോരുത്തരും യേശുവിനെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഓരോരുത്തരും ചെയ്യേണ്ടിയിരിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6-16 മുതൽ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഉപവാസം എങ്ങനെ വേണം എന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ അവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപവസിക്കുമ്പോൾ മുഖം വികൃതമാക്കാതെയും ദേഹത്ത് എണ്ണ പുരട്ടിയും മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി അല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ഉപവാസം എന്ന് യേശു അവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തെക്കാൾ പാനീയത്തെക്കാൾ കൂടുതലായി നാം ദൈവത്തെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഭക്ഷണം എന്നതിനേക്കാൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന് പ്രീതികരമായ ഉപവാസം അവിടെ വ്യക്തമായി നാം കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ അധ്യായം 58 6 മുതൽ വാക്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ഹല്ലേലൂയ. വ്യക്തമായി മാനവരാശിക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഹൃദയത്തിൽ പരിച്ഛേദനമേൽക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ഒരുവൻ ദൈവത്തിലേക്ക് അടുക്കുവാൻ ഉപവസിക്കുമ്പോൾ ദൈവത്തിന് പ്രീതികരമായ ഉപവാസം, അവിടുന്ന് ആഗ്രഹിക്കുന്ന ഉപവാസം ഇവ തന്നെയല്ലേ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രവാചകൻ. നാം ഓരോരുത്തരും വ്യക്തിവൈരാഗ്യം വെച്ച് പുലർത്താതെ, ക്ഷമിക്കുവാൻ ആകാതെ, ക്ഷമിക്കുവാൻ കഴിയാതെ പ്രതികാര മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നുവെങ്കിൽ ആ ഉപവാസം ദൈവത്തിന് പ്രീതികരമല്ല. നുകത്തിന്റെ കെട്ടുകൾ ഒടിക്കണം, ബന്ധനങ്ങൾ നീക്കിക്കളയണം. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഉപവാസം എന്ന പേരിൽ നാം അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അയൽക്കാരനെ സ്നേഹിക്കുവാൻ കഴിയാതെ പ്രതികാര മനോഭാവം നിന്റെ ഹൃദയത്തിൽ മനസ്സിലും വെച്ച് പുലർത്തുന്നുവെങ്കിൽ ആ ഒരു നുകം ഒടിക്കണം, ഒടിച്ചു കളയണം. അങ്ങനെയാണ് ദൈവത്തിന് പ്രീതികരമായ ഉപവാസം നാം നേടിയെടുക്കേണ്ടത്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം. ക്ഷമിക്കുവാൻ കഴിയാതെ ആരോട് എന്ന് വേണമെങ്കിലും കുടുംബപരമായി ചിന്തിക്കാം, മറ്റു മേഖലകളിലുള്ള നമ്മുടെ പ്രവൃത്തികളെ കുറിച്ചും ചിന്തിക്കാം. ദുഷ്ടതയുടെ കെട്ടുകൾ, അന്യന്റെ ഉയർച്ചയ്ക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ നീ നശിപ്പിക്കുകയാണെങ്കിൽ
അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നീ നശിപ്പിക്കുവാൻ ഒരുമ്പെടുന്നു എന്നുണ്ടെങ്കിൽ ആ ദുഷ്ടതയുടെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നിന്റെ ഹൃദയത്തിൽ പരിച്ഛേദനം ഏൽക്കുവാനാണ് ദൈവത്തിന് പ്രീതികരമായ കൂടെ ആയിരിക്കുന്ന എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഉപവാസം നാം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നത്. അല്പനേരം കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആത്മശോധന ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സഹോദരന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? പ്രതികാര മനോഭാവം നിന്റെ ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നുണ്ടോ? ദുഷ്ടതയുടെ കെട്ടുകൾ ഇനിയും പൊട്ടിക്കുവാനോ ഒടിച്ചു കളയുവാനോ ഉണ്ടോ എന്ന് നിന്റെ ഹൃദയത്തിൽ നീ ചോദിക്കുക. കണ്ണുകളടച്ചുകൊണ്ട് അങ്ങനെ ക്ഷമിക്കുവാൻ കഴിയാതെ പ്രതികാര മനോഭാവം നിന്റെ ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രീതികരമായ ഒരു ഉപവാസം അല്ല എന്നാണ് ജീവന്റെ വചനങ്ങൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് ക്ഷമിക്കാം. യേശുവിൻ്റെ ക്രൂശനായ ആ കുരിശിലേക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത എല്ലാ വിഷമതകളും യേശുവിൻ്റെ മുന്നിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവെ അതെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രതികാര മനോഭാവത്തിൽ കഴിയുന്ന വ്യക്തികളോട് അവരോട് ക്ഷമിക്കുക. യേശുവിൻ്റെ മുന്നിൽ അവരുടെ പ്രവൃത്തികൾ ഏതെല്ലാം വിധത്തിൽ നിന്നെ നിരാശപ്പെടുത്തിയോ അതെല്ലാം യേശുവിൻ്റെ കുരിശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവെ അതെല്ലാം ഏറ്റെടുക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകുവാൻ, ശരിയായ ഉപവാസത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോരുത്തരും നിറയുവാനും യേശുവെ അവിടുന്ന് ഓരോ മക്കളെ സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഓരോ മക്കളെയും അവിടുത്തെ വാഗ്ദാനമായ സഹായകനായ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അവിടുന്ന് സ്നേഹം കൊണ്ട് പൊതിയണമേ എല്ലാ മക്കളെയും. യേശുവെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകൾ ഉണർന്നു ഇരുന്നുകൊണ്ട് ദൈവത്തോടു കൂടി ആയിരിക്കുവാനും യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തിൽ പരിച്ഛേദനമേറ്റുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ഉപവാസം നടത്തിക്കൊണ്ട് യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാൻ ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് കൂട്ടായിരിക്കണമേ എന്ന് നമുക്ക് യാചിച്ചുകൊണ്ടും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.